അപ്പൊ അല്ല ഇല്ല. അല്ല പിന്നെ ഇല്ലല്ലോ. അല്ല ഇല്ല. പിന്നെ ഒരു ദൈവം എന്ന് പറയുന്ന ആ ഒരു അത് പിന്നെ എന്താണ് ദൈവം എന്ന് പറയുന്നത് എന്താണ്? എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. ദൈവം ആരാ പറയുന്നത്? ദൈവം ഇപ്പോ നമ്മളെല്ലാവരും പറയില്ലേ ദൈവം ദൈവം നമ്മൾ പറയലുണ്ടല്ലോ. അപ്പൊ അതാരാണ് ആ ദൈവം എന്ന് പറയുന്നത്? ആരാണ് ദൈവം? ഇപ്പൊ നിങ്ങളല്ലേ പറയാറുള്ളൂ, നമ്മളൊന്നും ഇപ്പൊ പറയാറില്ല. ദൈവം എന്ന് പറഞ്ഞ നിങ്ങൾ മാത്രമായിരിക്കും പറയും, കുറച്ച് ആൾക്കാർ പറയലുണ്ടാവില്ല. ഒരു ദിവസം രാത്രി ഇങ്ങനെ കിടന്നുറങ്ങ പെട്ടെന്നൊരു അശരീരി ദേശീയ ദൈവം ഞങ്ങട്ട് ആവണമെന്ന്. ചില ആൾക്കാർ അല്ല ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾ യോജിക്കുന്നില്ല? ഉണ്ടെന്ന് പറഞ്ഞോട്ടെ, പക്ഷെ അതിന് തെളിവ് വേണ്ടേ? തെളിവ് എന്റെ പപ്പ, നീ പറയുന്ന ഒരു എളുപ്പമുള്ള കാര്യമല്ലത്. ഭൂമിയിൽ ആരോട് പറഞ്ഞാലും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. നിനക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് പിടിച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്തട്ടെ. നമ്മുടെ ശരീരം, ഈ ശരീരം പഠിച്ചതാരാണ്? പഠിച്ചോനെ നമുക്ക് കാണാലോ, നമുക്ക് മരണം കഴിഞ്ഞാൽ നമുക്ക് കാണാലോ പഠിച്ചോനെ. എന്തെന്നും അത് ഈ പറയുന്നല്ലോ. അപ്പൊ കണ്ടിട്ട് കാര്യമില്ലല്ലോ, ഇതൊന്ന് അല്ല നമുക്കിപ്പോ പഠിച്ചോനെ കാണണമെന്നൊക്കെ വെച്ചാൽ ഒരാൾ ഉണ്ടാക്കുമ്പോ ഒരു വൃത്തിക്ക് ഉണ്ടാക്കണ്ടേ? ഇങ്ങനെയാണ് ഉണ്ടാക്കല്? എങ്ങനെ വൃത്തിക്ക് ഉണ്ടാക്കണ്ടേന്ന്? താങ്കൾ നല്ല വൃത്തിയിലാണ് ഉണ്ടായത്. എന്തെല്ലാം പ്രശ്നങ്ങളാണുള്ളത്? എന്ത് പ്രശ്നം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അല്ലാഹു തആല ഹബീബ് നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ ഇങ്ങനെ പഠിച്ചത്, നിങ്ങൾക്ക് ഇങ്ങനെ പറയാനും അവൻ നല്ല രീതിയിൽ ആരോഗ്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇങ്ങനെ പരാമർശിക്കാനുള്ള കഴിവും എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾ തന്നതാണോ അവൻ ചെയ്ത തെറ്റ്? കഴിയുമ്പോ പറയണേ. കഴിഞ്ഞു. നീ എന്നെ ആക്കല്ലോ. മനുഷ്യന്റെ സൃഷ്ടിപ്പില്ലേ, ആ സൃഷ്ടിപ്പ് നല്ല രീതിയിൽ അവൻ പഠിച്ച്, പിന്നെന്ത് വേറെന്ത്? നല്ല രീതിയിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആൺകുട്ടികളുടെ ചേലാക്രമം നടത്താൻ പറയുന്നത്? ആ അറ്റം സൃഷ്ടിക്കാതെ അങ്ങനെ ഉണ്ടാക്കിയാ പോരാ? അതിനെ കുറിച്ചൊന്നും ഞാൻ അങ്ങനെ ഞാൻ എന്താ ചോദിക്കുന്നറിയോ? നിങ്ങൾ അതിലേക്ക് വരില്ലേ? ഞാൻ പറഞ്ഞ എന്ത് ചേലാകർമ്മം ചെയ്ത് അത് എന്തൊക്കെ ഈ ഇസ്ലാമിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? മനുഷ്യൻ ഏറ്റവും മികച്ച രൂപത്തിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ആ പഠിച്ചോ പിന്നെ എന്തിനാ ഒരു ലേശം തൊലി അധികം വെച്ചത്? എന്തൊക്കെ ഞാൻ ഇതിനെന്തൊക്കെയാണ് പറയേണ്ടത്? ഞാൻ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അത് അല്ലാഹു തആല പറഞ്ഞ കാര്യം നമുക്ക് ചെയ്യാൻ കഴിയില്ല, ചെയ്യണ്ട, ചെയ്യുന്നവര് ചെയ്യട്ടെ. ചോദിച്ചതിന് ഉത്തരം പറയൂ. അത് പടച്ചോന് പറ്റിയ മിസ്റ്റേക്ക് ആണോ അതോ അത് എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം? എന്നാ പിന്നെ അവൻ പറയോ ചേലകർമ്മം ചെയ്യാൻ? അല്ലാഹു തആല പറഞ്ഞതല്ലേ ചേലകർമ്മം ചെയ്യാൻ. ഡോക്ടർ, എന്താണ് അവളുടെ അസുഖം? അവളുടെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ. എന്നാലും പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തിനാന്നാ ചോദിക്കണത് അങ്ങനെ ഉണ്ടാക്കിയത്? അപ്പൊ അത് ഈ പടയ്ക്കാതെ എങ്ങ് ഉണ്ടാക്കിയ പോരായിരുന്നോ? ഉണ്ടാക്കാമായിരുന്നു. അവൻ പറഞ്ഞു. നിങ്ങൾ ഈ ചോദ്യം എന്താ അറിയോ? ഇങ്ങനെ ചോദിച്ചാല് എന്താ പറയാ, എങ്ങനെ നമ്മളൊരു ചോദ്യം മുട്ടിക്കാനുള്ള ഒരു ഇതാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. കഴിയും, അള്ളാഹ്ക്കെല്ലാം കഴിയും. പിന്നെന്താ ഉണ്ടാക്കാഞ്ഞ്? അതെന്നാലും പഠിച്ചവനോട് നിങ്ങൾ ചോദിക്കണ്ടേ എന്താ ഉണ്ടാക്കാത്തത്? നിങ്ങളെ പോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്കും അറിയാം. എന്തുകൊണ്ട് ഞാൻ അള്ളാഹിനോട് ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അള്ളാഹിനെ ഞാൻ ചോദ്യം ചെയ്യലില്ല ഇതൊന്നും. അവന്റെ രീതിയിലുള്ളത് ഇവിടെ പഠിച്ചാൽ നമുക്ക് ചോദ്യം ചെയ്യാൻ അർഹതയല്ല സാറേ. ആത്മാർത്ഥതയാ. ഞാൻ മരിക്കണമെന്ന് പറഞ്ഞ അപ്പ മരിക്കും. സാർ ഇതുവരെയും മരിക്കണമെന്ന് പറയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ. ചോദ്യം ചെയ്യാൻ അർഹതല്ല. ഇതിനെ കുറിച്ച് വേണേ പഠിച്ചിട്ട് വേണം ഞങ്ങളോട് പറഞ്ഞുതരാം. പക്ഷെ ഞാൻ അതിനെ കുറിച്ചല്ല ഞാൻ വിളിച്ചത് നിങ്ങളെ. ഞാൻ ഇതൊന്നും അല്ല, ഈ കാര്യം പറയാനൊന്നുമല്ല ഞാൻ ഒരു എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കാര്യങ്ങൾ പറയാന്. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് പരാമർശിക്കുന്നുണ്ട്. ആ ഒരു തൊലി കളഞ്ഞതിനാണോ നിങ്ങൾ അള്ളാഹുവിനെ ഇങ്ങനെ പരാമർശിക്കുന്നത്, വിമർശിക്കുന്നത്? അല്ല, ഈ തൊലി കളഞ്ഞതിന് അതിന്റെ പേരിലാണോ നിങ്ങൾ അള്ളാഹുവിനെ ഇങ്ങനെ ഇതാക്കുന്നത്, മോശമായിട്ട് ചിത്രീകരിക്കുന്നത്? അതും ഒരു കാരണമാണ്. എന്ത് കാരണം?
അവൻ കാരണം എന്താ നിങ്ങൾക്ക് വെച്ചാല് ആരോഗ്യം തന്നില്ലേ, കാരണം എന്താ ആയുസ് വെച്ചാല് തന്നില്ലേ? ഇല്ലെന്നേ. കാരണം എന്താ വെച്ചാല് നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ? ഇല്ലാന്ന് ആര് കാരണം എന്താ പറഞ്ഞു? വെച്ചാല് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ എന്നോട് സംസാരിക്കുവോ? കാരണം ദീർഘായുസ് എന്താ വെച്ചാല് തന്നിട്ടില്ലെങ്കിൽ കാരണം എന്താ വെച്ചാല് നിങ്ങൾ തന്നെ പറഞ്ഞു മനുഷ്യൻ ഉണ്ടാക്കിയത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപത്തിലാന്ന് പറഞ്ഞ നിങ്ങൾ തന്നെ പറയുന്നു ഈ തൊലി എന്തിനാന്നുള്ളതിന് നിങ്ങൾക്ക് ഉത്തരവില്ല. അപ്പൊ ഇത് ഞാൻ പഠിച്ചോണ്ട് ഒരു കാര്യം ഇങ്ങനെ പറയട്ടെ, ഇത് ഒരു ഒരുപാട് മതപരമായിട്ട് പഠിച്ചൊരു വ്യക്തിയല്ല ഞാനൊരു ഹൗസ് വൈഫാണ്. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന് മറുപടി തരാം. പക്ഷെ ഞാൻ അതിനല്ല, ഈ തൊലി കളഞ്ഞത് എന്തിനുള്ള ചോദ്യത്തിൽ അതിന് മറുപടി തരാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചത്. പിന്നെ ഒരുപാട് ഇസ്ലാം എന്ന് സ്നേഹിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തിയാണ്. തൊലി അടക്കാണ്. ഓക്കെ, തൊലിയുടെ കാര്യമല്ല സാറേ ഇവിടെ പറയുന്നത്. അത് വേണം നിങ്ങൾക്ക് അടുത്ത തീരെ തൊലിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമില് തൊലി ഒരു പ്രധാന ഭാഗം. നിങ്ങളെ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? എന്റെ മോള് പെൺകുട്ടിയാ. പെൺകുട്ടിയുടെ ചേലാകർമ്മം ചെയ്തോ? പെൺകുട്ടികൾ നിങ്ങൾ എന്നോട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ അതല്ല സാർ, ഞാൻ അതിനുള്ള ഉത്തരം ഞാൻ നാളെ തരും. ഇൻഷാല്ലാ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഞാൻ നാളെ തരും. അപ്പൊ വേറെ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഒരു തൊലിന്റെ കാര്യത്തിൽ ഇങ്ങനെ അവൻ ഇങ്ങനെ പരാമർശിക്കണം സാറേ. പിന്നെ ഹബീബ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ഏത് വിഷയത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന എന്റെ അള്ളാഹും എന്റെ ഹബീബിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പരാമർശിക്കാൻ പാടില്ല. എനിക്കത് സഹിക്കൂല. അല്ല, നിങ്ങൾ എന്താണ് അങ്ങനെ പറയാ? എനിക്ക് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മോശമായ രീതിയിൽ പറഞ്ഞപ്പെട്ടല്ലേ? എന്താ എന്താ മുഹമ്മദ് ചത്തതാണോ? എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ ഏറെ എന്തെങ്കിലും ഒരു മാന്യമായ രീതിയിൽ നിങ്ങൾ പറയണം. അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഈ ലോക പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ച് അള്ളാഹു പഠിച്ചതാണ് നിങ്ങളെ. ആ പഠിച്ച ഒരു അടിമ യജമാനെ കുറിച്ച് പറയുമ്പോൾ അത് മറ്റൊരു അടിമക്ക് ഭയങ്കര വിഷമാണ്. ഭയങ്കരം തന്നെ. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു അടിമക്ക് കുറച്ച് കഴിയുമ്പോ ശീലമായിക്കോളും. എന്ത് ശീലാവ്? ഞാൻ എന്റെ റബ്ബിനെ ഒരിക്കലും മറക്കലുമില്ല. ഞാൻ അവനെ തന്നെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. അവതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ. അവൻ പറയാ, നബിയെ തങ്ങൾ പറയുക, ഞാനാണ് വലിയവൻ, എനിക്ക് ഉമ്മയില്ല, വാപ്പയില്ല, ബന്ധുക്കാരില്ല, മക്കളില്ല. ഒരു ദൈവത്തിന് അതൊക്കെ ഉണ്ടാകാൻ പാടുണ്ടോ? അവൻ പറഞ്ഞിട്ടുണ്ട്, ആരുമില്ല എനിക്ക്, ഞാൻ ഈ ലോകം പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവ്. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ എന്റെ ഒരു മനസ്സ്, എനിക്ക് അള്ളാഹുവിനത്തിന് ആ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. എനിക്ക് എന്റെ റബ്ബിനെ കുറിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാൻ ചോദിച്ചത് മുഴുവൻ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിലും എന്റെ റബ്ബിനോട് ചോദിക്കുന്നത് എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കെല്ലാം അവൻ തരുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. നിങ്ങൾ ഖുർആൻ പഠിച്ചാൽ മതി. ഇപ്പൊ അവകാശം തന്നിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇവിടെയുള്ള ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അത് എനിക്ക് തന്നത്, അത് റബ്ബല്ല തന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇനി നിങ്ങൾ ചോദിച്ചു, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അള്ളാഹു ഏറ്റവും മികച്ച സംഗതികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ കൊണാൻഡ്രം ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അതായത് അങ്ങനെ മികച്ചതായിട്ട് ഉണ്ടാക്കിയ അള്ളാഹുവിന് എന്തുകൊണ്ട് ഈ പുരുഷന്റെ സാധനത്തിന്റെ അറ്റത്തുള്ള തൊലി ഇങ്ങനെ ഇല്ലാതെ അത് പടയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു തൊലി മിണ്ടരുതെന്ന്. കേൾക്കൂ. അപ്പൊ നിങ്ങൾ പറയാണ് അത് ഞാൻ പറയാൻ പാടില്ല. അത് ഞാൻ പറയും, കാരണം ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് തൊലി. തൊലി ഇല്ലാതെ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പരാമർശിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഇനി നിങ്ങളുടെ കുട്ടി മോളാണ്, മോളുടെ ചേലാക്രമം ചെയ്തെന്ന് വെച്ചപ്പോ നിങ്ങൾ പറയുന്നു അത് ചെയ്തിട്ടില്ല എന്ന്. അത് നിങ്ങൾ അനിസ്ലാമികമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളെന്താ നിങ്ങളുടെ മോളുടെ ചേലാക്രമം നിങ്ങൾ ചെയ്യാത്തത്? ഞാനത് പഠിച്ചിട്ടില്ല, ചെയ്യണോന്ന്. അതന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പഠിക്കാത്ത, നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സോറി പഠിച്ചിട്ടില്ല. അത് പെൺകുട്ടികൾ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കേട്ടില്ല. നിങ്ങൾ കേൾക്കാത്തോണ്ട് അത് ഇല്ലാന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെ ഞാൻ പെൺകുട്ടികൾ ചേലാകർമ്മം ചെയ്യുന്ന ഒരു സംഗതിയെ ഞാൻ കേട്ടിട്ടുള്ള, അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. നിങ്ങൾ കേൾക്കാത്തത് കൊണ്ട് അതെങ്ങനെ ഇല്ലാതെയാവുക? കേൾക്കണോ? അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികൾ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഉണ്ടോ? ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഈ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കേൾക്കണം നിർബന്ധമാണോ? എന്ത് കേൾക്കാന്? ഈ ചേലാകർമ്മം പെൺകുട്ടികൾക്ക് വേണോ വേണ്ടോ എന്നുള്ളത്? അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ അധികം മതപരമായിട്ട്
പുരുഷന്മാരോട് ചേലാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്, മറിച്ച് അൽ ഖിതാനു ഈ പറഞ്ഞത് മുഴുവനും ആണിനും പെണ്ണിനും ബാധ്യത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖിത്താൻ എന്ന് പറയുന്നത്, ചേലാകർമ്മം ചെയ്യുക എന്ന് പറയുന്നത്, അത് ആണിനും പെണ്ണിനും അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ആൾദൈവങ്ങൾ ഇവരുടെ തൊഴിലാണ് ഭക്തി കച്ചവടം. നമ്മൾ ഈ ഫ്രിഡ്ജും ടിവിയും ഒക്കെ വിൽക്കുന്നത് പോലെ തന്നെ അത് ഏറ്റവും പ്രൊഫഷണലായി ചെയ്യുന്നയാൾ ഏറ്റവും തിരക്കുള്ള ആൾദൈവം. ഇല്ല, ചെയ്യലില്ല. ഓക്കെ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. അത് നിങ്ങളെ ഭാഗത്ത് ശരിയുണ്ട്, അത് നിങ്ങളെ ഭാഗത്ത് ശരിയാണ് സാറേ. ഓക്കെ, എന്താ ഇസ്ലാമിൽ നിങ്ങൾക്ക് സൗകര്യമുള്ളത് ചെയ്യാനോ സൗകര്യമുള്ളത് ചെയ്യാതിരിക്കാനുള്ള അവകാശം ഉണ്ടോ? പക്ഷെ ഞങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച പെണ്ണുങ്ങൾക്കല്ല ചെയ്യേണ്ട, ആണുങ്ങൾക്കാ ചെയ്യേണ്ടതാണ് ഞങ്ങൾ ഇസ്ലാം അത് മലയാളത്തിൽ പ്രസംഗിച്ചതാണ് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തന്നത്. അപ്പൊ നിങ്ങളത് ചെയ്യുമല്ലേ? ചെയ്യുകയാണ്. അപ്പൊ മോളുടെ ചേലാകർമ്മം എന്നാണ് ഡേറ്റ്? മോളെ ചേലാകർമ്മം, പെൺകുട്ടികൾ ചേലാകർമ്മം ചെയ്യലില്ല. അത് ഞാൻ പഠിച്ചിട്ടില്ല. അതിനെ കുറിച്ച് ഉസ്താദ് പഠിപ്പിച്ചെന്നല്ലോ. ഇപ്പൊ ഏത് ഉസ്താദാണ് പഠിപ്പിച്ചെന്നത്? അതൊക്കെ നിങ്ങൾ ഇനി ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. പോയി അന്വേഷിക്കും. ഇപ്പൊ ഞാനൊരു ഉസ്താദിന്റെ പ്രസംഗമാണ് കേൾപ്പിച്ചു തന്നത്. ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ പ്രസംഗം, ആ ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടാണ് താങ്കൾ ഇത്രയും വലിയൊരാളായി? ഈ മതം പഠിച്ചതൊക്കെ പിന്നെ ആകാശത്ത് നോക്കിയിട്ടാണ്. വേറെ കാര്യം പറയട്ടെ സാറേ, അപ്പൊ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല, ഇസ്ലാം അറിയുന്ന ഉസ്താദ് പറയുമ്പോ ഉസ്താദിന് ഇസ്ലാം അറിയില്ല. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറ. ഞാൻ എന്താണ് നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ പറയുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാന്നുണ്ട്, അതാണ് പാട്ടെത്തുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ ഉസ്താദ് പറഞ്ഞത് എടുക്കണ്ടേ? ഏത് ഉസ്താദാണ് അങ്ങനെ പറഞ്ഞത്? ഉസ്താദേ, ഉസ്താദ് ഞങ്ങള് നേർക്ക് നേരായിട്ടുള്ള രീതിയിലുള്ള ഉസ്താദ്മാര് പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് ചേലാകർമ്മം ചെയ്യൽ ഞാൻ കേട്ടിട്ടേ ഇല്ല. അത് എടുത്ത് വന്നതാണ് അങ്ങനെ ഉണ്ടായിക്കൂ. പക്ഷെ ആണുങ്ങൾക്ക് ചെയ്യലാണ് ഞാൻ കണ്ടത്. ഇപ്പൊ കേൾപ്പിച്ച് തന്നില്ലേ? ഇനി എന്താ കേട്ടില്ല എന്ന് പറയും? ഇനി അത് പറയാൻ പാടുണ്ടോ? ഇപ്പൊ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? കേട്ട് കഴിഞ്ഞല്ലോ. പെണ്ണുങ്ങൾക്ക് ഏടാണ് ചേലാകർമ്മം ചെയ്യാൻ തൊലി ഏടാ നിൽക്കണ്ടേ സാറേ? അതൊക്കെ ഇതിൽ ബാക്കി ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മൾ സംസാരിക്കണം, എന്തായാലും വീഡിയോ വരും. അപ്പൊ ഞാൻ ഈ ഫുള്ള് വീഡിയോ ഇട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ വിശദമായിട്ടിരുന്ന് കാണാം. ആയിക്കോട്ടെ. വീഡിയോ വരുന്ന അതൊന്നും എനിക്കൊരു ഭയം. ഞാൻ അതല്ല ചോദിച്ചത്. ഞാൻ അള്ളാഹുവിനെയും അള്ളാന്റെ ഹബീബിനെയും കുറിച്ചാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിപ്പിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്ന അതല്ല വേണ്ടത്, അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എന്താണ് അത് ആദ്യം തിരുത്താൻ ശ്രമിക്കുക. നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനെ വിളിച്ച് സംസാരിക്കാൻ നിന്ന് കഴിയുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും കാതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് പറയാം, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. ഞാനതല്ല, ഞാൻ എന്റെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ പരാമർശിക്കാൻ പാടില്ല. അത് പള്ളി പറഞ്ഞാൽ മതി. റബ്ബിനെ കുറിച്ച് നിങ്ങൾ പരാമർശിക്കാൻ പാടില്ല. ഈ ലോക പ്രപഞ്ചം സൃഷ്ടിച്ച അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അവൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? നിങ്ങൾ അവനെ കുറിച്ച് എന്തൊക്കെയാണ് വിളിക്കുന്നത്? ഹബീബിനെ കുറിച്ച് എന്തൊക്കെയാണ് പലതും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ എന്താണ് നിങ്ങളോട് ചെയ്തത്? ആ തോലി മുറിക്കുമ്പോ പറഞ്ഞതാണോ അവൻ നിങ്ങളോട് ചെയ്ത തെറ്റ്? എന്നോട് പലതും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്റെ അറ്റം കളഞ്ഞു. അത് തന്നെ. വല്ലാത്തൊരു ദണ്ണം അറിയോ? ദണ്ണമുണ്ട്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്.